നിഴലോ മാഞ്ഞുപോയി വഴിയും മറഞ്ഞുപോയി തോരാത്തൊരാമഴയിൽ. ചൂട്ടുമണഞ്ഞുപോയി പാട്ടും മുറിഞ്ഞു. ബിജിബാലിൻ്റെ ഒരു ഹൃദയമാണ് ആ പാട്ട്. അതിനകത്ത് ഭീകരമായ ബിജിബാൽ എന്ന് പറയുന്ന പാട്ടുകാരൻ്റെ എല്ലാ വേദനയും കൂടെ അതിനകത്തുണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മദ്യപിച്ചിട്ട് സ്കൂളിലേക്ക് കയറി വരുമോ എന്ന ഭയത്തിൽ പ്രാർത്ഥന ചൊല്ലിയിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്. ലാലേട്ടൻ എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ നമ്പരെ മാറ്റിയോളൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ആളാണ് എന്ന് മുരളിച്ചേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് അതും ഒരു പ്രൗഡായിട്ടുള്ള മൊമെൻറ്റാണ്. അജു വർഗീസ് ഈ അടുത്ത് എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ വെള്ളവടി നടത്തിയത് വെള്ളം എന്ന് പറയുന്ന സിനിമയാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകൾ പാട്ട് പാടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പാട്ടാണ്. പറ്റാത്ത ഞാൻ ഉൾപ്പെടെ പാടി. ഇതിൻ്റെ അച്ഛനെ അഭിനയിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ലൈഫ് മാറ്റി വെച്ച ഒരു മനുഷ്യനാണ്. കുറേ നാനയും അച്ഛൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടതിൻ്റെ മറ്റേ ടിക്കറ്റൊക്കെയാണ് അച്ഛൻ്റെ കളക്ഷൻസ്. നഗരമേ തരിക നീ തിരികെ എൻ ഹൃദയം. ആ പാട്ട് ഞാൻ ഒരു പ്രാവശ്യം കേട്ടപ്പോൾ ഞാൻ 3 പ്രാവശ്യം കേട്ടു കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഷഹവാസിന്റെ ഉച്ചാരണം, ചില വാക്കുകൾ ഭയങ്കര രസമായിട്ട് ഞാൻ പോയി സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് പുള്ളിയുടെ കൂടെ ഇരുന്ന് അങ്ങനെ ഓരോ വർക്കും കണ്ടിട്ടൊക്കെയാണ് അത് കമ്പോസ് ചെയ്തത്. ഞാൻ പറഞ്ഞു ഷാവയെ കൊണ്ട് പാടിച്ചാൽ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. ഷാവയ്ക്ക് അയച്ചു കൊടുത്തു. ആള് കേട്ട ഉടനെ തന്നെ നമുക്ക് കൂളായിട്ട് കേട്ടിരിക്കാവുന്നൊരു പാട്ടായിരിക്കും ഞാൻ പാടാൻ